മുളയറച്ചാലിൽ മാലിന്യ കൂമ്പാരത്തിനെതിരെ ജനത്തിന്റെ രൂക്ഷമായ പ്രതിഷേധ സമരത്തിന്റെ ദൃശ്യമാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. ഇത് നിരവധി തവണയായി ഉദ്യോഗസ്ഥരെ വന്ന് നാളെ നിർത്തും എന്ന് പറഞ്ഞ ആളുകളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്ലാന്റ് പൂട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ ആത്യന്തികമായ തീരുമാനം. ഈ വണ്ടി അവർ കൊണ്ടുപോകുക, അല്ലെങ്കിൽ പ്ലാന്റിന്റെ മുരളിമാരെ വീട്ടിൽ മുമ്പിൽ കൊണ്ടിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ അവിടെ നിന്ന് കൊണ്ടിട്ട് കൊണ്ടുപോകത്ത് കൊണ്ടിട്ട് ഇത് ഇവിടെ നിങ്ങളുടെ RDO അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഞങ്ങൾ അടിയുണ്ടോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തുമാത്രം അടിയുണ്ടെന്ന് അറിയാമെന്ന് ഞങ്ങളെ എടുത്തിട്ട് അടിച്ചിട്ട് ഞങ്ങൾ ഈ ബാല്യപ്ലാൻ ഞങ്ങൾ തിരിച്ചു ഞങ്ങൾ സമ്മതിക്കില്ല. ബാല്യപ്ലാക്ക് കേട്ടാൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഈ വേസ്റ്റ് ഇവിടെ കൊണ്ടുപോട്ടെ, അവരെവിടെയോ കൊണ്ടുപോട്ടെ, ഞങ്ങൾ പ്രശ്നമില്ല. ഞങ്ങൾ അടിയിൽ അടിച്ചിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. അതിന് എന്ത് വന്നാലും സമ്മതിക്കില്ല. നാളത്തെ പോലെ അല്ല ഇത്. ഞങ്ങളെ അത്ര ദുരിതത്തിലാക്കും. ഞങ്ങൾക്ക് ഈ മണം കേൾക്കത്തില്ല. ഞങ്ങളെല്ലാവരും ഞങ്ങൾ അത്ര മനസ്സുകൊണ്ട് വിഷമിച്ചിരിക്കും നാട്ടിലാണ്. ഞങ്ങൾ ആരെയും ഒന്നും പറയാറില്ല. ഞങ്ങൾ പരമാവധി ക്ഷമിച്ചു. പക്ഷെ ഇനി ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. നമ്മൾ ക്ഷമിക്കുന്നേ ഇല്ല ഇനി. കാരണം ഞങ്ങളെ അടിച്ചിട്ട് ഇത് വേസ്റ്റ് ഞങ്ങൾ തിരിച്ചു കയറ്റി വിടണം. ഞങ്ങൾക്ക് അടിയുണ്ട്. 5 പേരെ ഞങ്ങൾ എടുത്തിട്ട് എന്തുമാത്രം ഉപദ്രവിച്ചറിയാമോ? പ്രശ്നമേ ഇല്ല. ഇനി ഇത് കൊണ്ടുവന്നവരെ എന്താ ചെയ്യേണ്ടതെന്ന് അവരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായിട്ട് പ്ലാന്റ് മുതലാളിമാരെ തീരുമാനിച്ച് ഇവിടുന്ന് കൊണ്ടുപോട്ടെ. ഇവിടുന്ന് കൊണ്ടുപോയി ഇവിടെ പറയട്ടെ. ഇവിടെ ഏത് തീരുമാനമായാലും പ്ലാന്റിലേക്ക് ഒരടി മുമ്പോട്ട് പോകാൻ ഇന്നലെ ഈ സ്ത്രീകളെ അടക്കം കുട്ടികളെ അടക്കം ആക്രമിച്ചവരാണ്. ഒരു പോലീസ് പറഞ്ഞാലും ഒരു ADM പറഞ്ഞാലും ഇതിലേക്ക് ഇത്രയും ജനവിരുദ്ധമായ ഒരു സ്ഥലത്തേക്ക് ഇത്രയും ജനവിരുദ്ധമായ നടപടിയിലേക്ക് മുമ്പോട്ട് പോകാൻ ഇനിയും ജനത്തിന് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഉള്ളത്. ഓരോ വീടുകളുടെയും എയർ ഹോളിൽ കൂടെ അസഹനീയമായ സഹിച്ചുകൊണ്ടാണ് ഇവിടെ ജനങ്ങൾ ജീവിക്കുന്നത്. ഇന്നലെ രാത്രി 12 മണി ആയപ്പോ തൊട്ട് ഞാൻ എഴുന്നേറ്റ് കുത്തിയിരിക്കാം, ഉറങ്ങാൻ വയ്യ. അതിഭയങ്കരമായ പാടാണ്. വെളുപ്പിന് 5 മണി വരെ ഒരു വിധത്തിൽ കിടക്കാൻ നോക്കാതെ എഴുന്നേറ്റ് കുത്തിയിരിക്കുക. ആസ്മ രോഗിയാണ്. അതുപോലെ എത്രയോ പേരെ ഇത് എന്തോന്ന് സഹിക്കണമല്ലേ? ഇത് ഇവിടുന്ന് കയറ്റിയാൽ മുളയുടെ വെട്ടിക്കൊണ്ട് ഇറക്കി കൊടുക്കണം. അതാ വേണ്ടത്. ഈ നാട്ടിലെ മനുഷ്യരെ ഇതുപോലെ എടുത്ത് പോയിട്ടാണ് ഇത് അവരെ വീട്ടിൽ കൊണ്ട് ഇറക്കിയിട്ട് കൊടുക്കണം. ഇന്നലെ SI വന്നപ്പോഴേ SI പറഞ്ഞേ തുടങ്ങിക്കോളെ അടി ഉടക്കാൻ പറഞ്ഞ് ഞങ്ങളെ എടുത്തിട്ട് ഇവിടെ ഇട്ട് എവിടുന്ന് തൊട്ട് തുടങ്ങിയതാ ഇവിടം വരെ ഞങ്ങളെ ഉപദ്രവിച്ചു. ഒരു ദിവസം പോലെ അടിയുള്ള നമ്മൾ തയ്യാറാണ്. ഇല്ല ഇനി ഞങ്ങളുടെ അടിയുള്ള ചെയ്യാനല്ല ഞങ്ങളെ അടുത്ത സാധനം ഇനി ഞങ്ങൾ കേട്ടണോ? അത് മാത്രമല്ല ഞങ്ങളെ കൊന്നിട്ട് വണ്ടി കയറ്റി ഇറക്കി കൊണ്ട് പോട്ടെ. അതിനകത്ത് എന്തായാലും സംഭവിക്കത്തില്ല. മുളയറച്ചാലിലെ മാലിന്യങ്ങൾക്കെതിരെ ഒരു പ്രദേശത്തെ ജനവാസികൾ ഒന്നടങ്കം പ്രതിഷേധമുയർത്തിയിട്ടും ബന്ധപ്പെട്ട അധികാരികൾ വേണ്ടുന്ന തരത്തിൽ നടപടി സ്വീകരിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പ്രദേശവാസികൾ ഒന്നടങ്കം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒന്നടങ്കം പ്രതിഷേധ സമരമുഖത്താണ്. അവരുടെ പ്രതികരണങ്ങളാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കണ്ടത്. ഒരെണ്ണം പോകരുത്. ഇത് കയറ്റിവിടെ സമ്മതിക്കും. പെണ്ണുങ്ങൾ ഒരെണ്ണം പോകരുത്. ഇങ്ങനെ പറഞ്ഞു അവർ ഇത്ര വഷളായത്. ആര് ഉദ്യോഗസ്ഥന്മാർ വന്നാലും കയറിപ്പോട്ടെ പിന്നെ കയറ്റിവിടുന്ന പരിപാടിയില്ല. ഞങ്ങളെ കൊന്നിട്ട് എന്താ വേണമെങ്കിലും കയറ്റിക്കൊണ്ട് പോട്ടെ. ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഭർത്താർക്കാണ് ജീവിതം. ഞങ്ങൾ ജനിച്ചു വളർന്ന മണ്ണ ഞങ്ങൾക്ക് ജീവിക്കണം മരണം വരെ. ഞങ്ങളത് ഞങ്ങൾ ജനിച്ചു വളർന്ന മണ്ണിനകത്ത് ഞങ്ങൾക്ക് കേടി മരിക്കണം. നമുക്ക് ഇതൊന്നും സഹിക്കാൻ വയ്യ. ഇതെന്തുമായാലും നമ്മൾ കയറ്റി വിടത്തില്ല. ഇവിടുന്ന് കൊണ്ടുപോകാൻ പറയുകയാണ്. ഞങ്ങളുടെ തലമുറ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണം ഇവിടെ. അതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റം വരെ ഞങ്ങൾ പോരാടും. ഞങ്ങൾക്ക് ഇത് നിർത്തലാക്കി തരണം. ഞങ്ങൾക്ക് ഇത്രയും ജനങ്ങൾക്ക് പറയാനുള്ളൂ. ശനിയും ഞായറും കൂടെ സ്കൂളിൽ വെക്കണേ ഞങ്ങൾ പ്രാർത്ഥിക്കാം. മക്കള് അത്രയും ശുദ്ധമായി വിടാൻ വേണ്ടി. പിഞ്ചു മക്കള് 9 മണിയാവും ഞങ്ങൾ പ്രാർത്ഥിക്കാം അവരെ സ്കൂളിൽ വിടാൻ വേണ്ടി. കുഞ്ഞുങ്ങൾക്ക് രാത്രി ഉറക്കമില്ല. ആ മക്കളെ സ്കൂളിൽ തന്നെ ആഹാരം കഴിക്കില്ല. ശ്വാസങ്ങൾ വരുന്നത് 4-5 മിനിറ്റ് കുഞ്ഞിനെ പേപ്പർ ഞങ്ങൾക്ക് വേണം. ഉത്തരവിട്ട പേപ്പറുണ്ട്.
ഈ മാലിന്യത്തിന്റെ ദുർഗന്ധം സാക്ഷിയുടെ പ്രേക്ഷകർക്ക് കാണാം. എല്ലാവരും മുഖം മൂടി വെച്ചുകൊണ്ട് നിൽക്കാം. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ അധികാരികൾ വേണ്ടുന്ന തരത്തിൽ കാണുന്നില്ല എന്നുള്ള ശക്തമായ പ്രതിഷേധമുണ്ട്. ഈ മാലിന്യങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഒരു മേഖല ഒന്നാകെ സംഘടിച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടും അധികാരികൾ വേണ്ടുന്ന നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ശക്തമായ പ്രതിഷേധ മുഖത്താണ് പ്രദേശവാസികൾ. ഒരു കാരണവശാലും ഇത് കേട്ടുവിടത്തില്ല. കളക്ടറുമായി സംസാരിക്കാൻ ഒരു കാരണവശാലും ഈ പ്ലാന്റ് പ്രവർത്തിക്കാൻ അനുവദിക്കത്തില്ല. ഒരു കാരണവശാലും അനുവദിക്കത്തില്ല. അതുകൊണ്ട് ജില്ല കൊണ്ടുപോകാൻ സ്ഥലമില്ലേ? കൊളപ്പാടത്തും കണ്ണാലൂരും വയനാട്ടിലും കൊണ്ടുപോകാൻ അത്രേ ഉള്ളൂ. ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് വന്ന RDOയോട് ഈ സമരസമിതി ഇവിടുത്തെ കൂടിയ ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ പ്ലാന്റ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ഇവിടെ കൊണ്ടുവന്ന സാധനങ്ങൾ തിരിച്ചു കാർത്തി കൊണ്ടുപോകണം. അത് കളക്ടറോട് സംസാരിക്കാനായിട്ട് കാർത്തി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല. ഈ നിലവിൽ വാഹനങ്ങളുടെ കാര്യത്തിൽ എന്താണ്? അല്ല, നിലവിൽ വാഹനങ്ങൾ ഞങ്ങൾ ഉത്തരവാദിയല്ല. ഇവിടുത്തെ ആളുകൾ എത്രയോ നാളുകളായി അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് ഉത്തരവാദി ഇതിന്റെ മുതലാളിമാരാണ്. അപ്പൊ ഒരു കാരണവശാലും അതുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ച് ജനകീയ സമരങ്ങളെ അടിച്ചമർത്തി ഇവിടെ പ്ലാന്റ് പ്രവർത്തിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന പ്രശ്നമില്ല. ഇതിന്റെ മുന്നിൽ ഏറ്റവും അവസാനം വരെ ഞങ്ങൾ കാണും. അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. ഒരു കാരണവശാലും മാലിന്യം കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് സാം കെ ഡാനിയൽ വ്യക്തമാക്കിയത്. അതിൽ പ്രദേശവാസികൾ ഒന്നടങ്കം അത് കയ്യടിയോടുകൂടി സ്വീകരിച്ചിരിക്കുകയാണ്. സമരമുഖത്ത് ദുരിതമനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം സാം കെ ഡാനിയൽ ഒപ്പമുണ്ടാകുമെന്ന് സമരസമിതിയുടെ നേതാക്കളോടും പ്രവർത്തകരോടും വ്യക്തമാക്കി. അതിൽ അവർക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരു കാരണവശാലും ഈ ദുരിതം അനുഭവിക്കുന്ന നാട്ടിലെ ജനങ്ങളോടൊപ്പം അല്ലാതെ ഇതിന്റെ മുതലാളിമാരൊക്കെ കൂട്ടുനിൽക്കുന്ന പ്രശ്രമിക്കുന്നില്ല. ഒരു നാടിനെ ദുരിതത്തിലാക്കുകയാണ്. ഈ കൊണ്ടുവന്ന സാമാനം ഇവിടുന്ന് തിരിച്ചുകൊണ്ടുപോകണം. അത്രയുള്ള പ്രശ്നം, വേറെ ഒരു കാര്യമില്ല. 100% ഈ മനുഷ്യരോട് നിൽക്കും. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CPMന്റെ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പത്മകുമാറാണ് പ്രതികരിച്ചത്. ാണ് ഇന്നലെ വൈകുന്നേരത്തെ അടിയന്തരമായ ജനകീയ കമ്മിറ്റിയും പ്രദേശവാസികളെയും വിളിച്ചുകൂട്ടി മാലിന്യ വണ്ടികൾ തടയാൻ തീരുമാനമെടുത്തതും രാത്രി 1:30 സ്ത്രീകളടങ്ങുന്ന കുഞ്ഞുങ്ങളുമടക്കം ഇവിടെ വണ്ടി തടഞ്ഞതും. പക്ഷേ പോലീസ് മൃഗീയമായിട്ടാണ് സ്ത്രീകളെ തല്ലിച്ചാച്ചത്. ഇവിടെ 5ഓളം വരുന്ന സ്ത്രീകളെ മൃഗീയമായി പോലീസ് തല്ലിച്ചാച്ചിട്ടും ഞങ്ങൾ വണ്ടി വിടാതെ പ്രദേശവാസികൾ വീണ്ടും സംഘടിച്ചെത്തി ഇന്ന് ഇതുവരെ ഈ വണ്ടി ഇവിടെ തടഞ്ഞിട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ഒരു മാലിന്യ വണ്ടിയും പ്ലാന്റിനകത്തേക്ക് ഞങ്ങൾ കടത്തിവിടത്തില്ല. ഇത് ഈ നിമിഷം കൂട്ടി ഉത്തരവ് കിട്ടാതെ ഈ പ്രദേശവാസികളെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോവുകയില്ല പറഞ്ഞാൽ വിടൂല. ഈ വണ്ടികളെ തിരിച്ചുവിടുക മാത്രമല്ല, ഇനി ഇവിടെ വണ്ടികൾ വരാൻ അനുവദിക്കത്തില്ല. ഇവിടെ വണ്ടി വരാൻ അനുവദിക്കില്ല. ഒരു ബഹുമാനപ്പെട്ട RDO പറഞ്ഞ എന്തുവാ? ഇത് കൂട്ടി പ്രവർത്തിക്കത്തില്ലെന്ന്. അങ്ങനെയുള്ള പ്ലാന്റിലേക്ക് വണ്ടി കയറൂല. അതാണ് അതിന്റെ ഒരു രീതി. അവർക്ക് വേണമെങ്കിൽ എടുത്തോണ്ട് പോകാം. ഇല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇനി ഇത് വലുതാകും. ഏത് അധികാരികൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഞങ്ങളെ ഒന്നടങ്ക് ഈ പ്രദേശവാസികളെ ഒന്നടങ്ക് ഒതുക്കിയിട്ടേ കൊണ്ടുവരാൻ പറ്റൂ. സാംസ്കാരിക മേഖലകളിലുള്ള മനസ്സോടുകൂടി ഒറ്റക്കെട്ടോടുകൂടി ഈ ഒരു വിഷയത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് സാം കെ ഡാനിയൽ, CPMന്റെ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പത്മകുമാർ, വാർഡ് മെമ്പർ വാർഡ് മെമ്പർ നിസാർ മുളയറച്ചാർ വാർഡ് മെമ്പർ നിസാർ എന്നിവർ സമരമുഖത്ത് നിന്നുകൊണ്ട് ഇത് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരോടൊപ്പം കൂടെ ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനമാണ് വന്ന. ആ പ്രഖ്യാപനത്തിൽ പരിസരവാസികൾ ഒന്നടങ്കം അവരോടൊപ്പമുണ്ട്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഇന്നലെ രാത്രി മുതൽ തന്നെ ഇതിന്റെ കൂടെ നിൽക്കുകയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഈ
തടച്ചിൽ സമരം തുടങ്ങിയ ആ സമയം മുതൽ ഈ നിമിഷം വരെയും ഇതിനോടൊപ്പം ഉണ്ട്. നമ്മുടെ ഭരണ സംവിധാനത്തെ എല്ലാം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA അടക്കം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭരണസ്വാധീനം എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ തരത്തിലും ഇത് പൂട്ടുന്നതിനാവശ്യമായ നിലപാടാണ് സ്വീകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഭരണകൂടത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. പൂട്ടുക എന്നതിനപ്പുറത്തേക്ക് ഇത് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കുക എന്നുള്ള മുദ്രാവാക്യമല്ല ഇപ്പോൾ ജനകീയ സമിതി ഉയർത്തുന്നത്. ഇത് പൂട്ടുക എന്ന മുദ്രാവാക്യമാണ് ജനകീയ സമിതി ഉയർത്തുന്നത്. ജനകീയ സമിതിയോടൊപ്പം എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയക്കാരും ജനകീയ സമിതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജനകീയ സമിതി എന്ന നിലയിലുള്ള സമര പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ ഇത് വരുന്ന സമയത്ത് ഞാൻ ദൃക്സാക്ഷിയാണ്. ഈ വാഹനം ഇവിടെ വരുമ്പോൾ 4-5 സ്ത്രീകൾ ആണ് ആദ്യം ഉണ്ടായിരുന്നത്. ഞങ്ങൾ കുറേയധികം ആളുകൾ അപ്പുറം ഇപ്പുറമൊക്കെ മാറി നിന്നതാണ്. ഇവിടെ വരുന്ന സമയത്ത് ഈ വന്ന വാഹനത്തിന് മുമ്പിലേക്ക് ഈ ഉണ്ടായിരുന്ന സ്ത്രീകൾ അത് തടയുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിച്ചപ്പോൾ അവരെ ബലം പ്രയോഗിച്ച് മാറ്റി ഈ വാഹനം കടത്തിക്കൊണ്ടുപോകുന്നതിനാവശ്യമായ സമീപനമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന്. ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന ഒരു അതിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന്റെ പിൻബലത്തിലാണ് പോലീസ് എല്ലാം ഇത് കാണിക്കുന്നത്. പോലീസ് ഇത്തരത്തിൽ ഒരു മാലിന്യ പ്ലാന്റിലേക്ക് വരുന്ന വണ്ടിക്ക് ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത എസ്കോർട്ട് ഒന്നും കൊടുക്കേണ്ടതില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഒത്തിരി പ്രശ്നങ്ങൾ, രാത്രിയിൽ ഇപ്പോൾ ഈ കുറുവാ സംഘം ഒക്കെ അടക്കം തേർവാഴ്ച നടത്തുന്ന സന്ദർഭമാണ്. രാത്രികാലങ്ങളിൽ വലിയ മോഷണമെല്ലാം നടക്കുന്ന സന്ദർഭത്തിൽ പോലീസ് അവരുടെ ഡ്യൂട്ടി ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ തടസ്സപ്പെടുത്തുന്നതിന് പകരം ഇവിടെ വന്ന് ഈ മാലിന്യത്തിന് കാവൽ കിടക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ പോലീസ് മാറിയിരിക്കുകയാണ്. അത് ശരിയല്ല. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ, അതിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഇത് ധരിപ്പിക്കും. ഗവൺമെന്റിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഭരണകക്ഷിയുടെ ഒരു ആളെന്ന നിലയിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്കും ഈ കാര്യങ്ങൾ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഓക്കെ, താങ്ക് യു. ഇവിടെ ഒരു സ്ത്രീക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാരാണ്? വലിച്ചടിച്ചപ്പോ അടിയാണ് മുമ്പേ അപാരവൃത്ത ജനങ്ങളെയും അതിക്രൂരമായി മർദ്ദിച്ചുകൊണ്ടാണ് ഇനി എത്ര അടി ഉണ്ടാക്കിയാലും ഞങ്ങൾ ഇതിൽ നിന്ന് മാറത്തില്ല. ഞങ്ങൾ ഇവിടെ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ കാണുകയും ചെയ്യും. കാരണം ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങൾ കക്ഷി രാഷ്ട്രീയമില്ലാതെ ഇത് തടയുകയും. പരിക്കേറ്റ് എങ്ങനെ എന്താണ് സംഭവിച്ചത്? പോലീസുകാർ വന്ന് ഞങ്ങൾ തടഞ്ഞു. ഞങ്ങളെപ്പോഴും 4 സ്ത്രീകളും കുറച്ച് ആണുങ്ങളും ഉള്ളായിരുന്നു. അപ്പൊ ഈ വന്ന ഉടനെ ഞങ്ങളെ പോലീസുകാർ, വനിതാ പോലീസും പിന്നെ പോലീസുകാരും കൂടെ പിടിച്ചെറിഞ്ഞിട്ട് വേസ്റ്റിൽ അങ്ങ് അവിടെ തൊട്ട് വണ്ടി നീക്കി ഇവിടം വരെ കൊണ്ടുവന്നു. ഞങ്ങള് പോലീസ് ഞങ്ങൾ തറയിൽ വലിച്ചടിച്ച് തറയിൽ വീണപ്പോഴത്തേക്ക് പോലീസുകാർ എന്റെ മണ്ടേ കൂടെ വീണ് അങ്ങനെ ഇവിടുന്നല്ല ഒറ്റ അപകടത്തിന് വണ്ടി പോകാനായിട്ടുള്ള എടാ വണ്ടി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വന്നത്. അപ്പൊ പരിക്ക് പറ്റിയിട്ടുണ്ട്. പരിക്ക് നാണ്ട കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. തലയുടെ തലയ്ക്കും പരിക്കുണ്ട്. നമ്മുടെ KPCC ജനറൽ സെക്രട്ടറി ശ്രീ MM നസീർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? ഇവിടെ കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഈ പ്ലാന്റിനെതിരായിട്ട് ഇവിടുത്തെ ജനങ്ങള് നിരന്തരമായി സമരം ചെയ്യുകയാണ്. ഇതുവരെയ്ക്കും ഈ അധികാരികൾ ഒരു ശാശ്വത പരിഹാരം കാണാൻ ശ്രമിച്ചിട്ടില്ല. മാനേജ്മെന്റിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പോലീസിനെയും ശുചിത്വ മിഷനെയും മറ്റ് അധികാരികളെയും എല്ലാം സഹായത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പ്ലാന്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഈ പ്ലാന്റിന് ഒരു പൂട്ടിട്ട് RDO ഒന്ന് മുദ്ര വെച്ച് കഴിഞ്ഞാൽ ഇതവിടെ പൂട്ടിപ്പോകുന്ന പ്രശ്നമാണ്. ഇവിടെ ജനങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം എപ്പോഴാണ് ഈ പ്ലാന്റിലേക്ക് ലോഡ് വരുന്നതെന്നുള്ളതുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സ്ത്രീകൾ ആരും സത്യത്തിൽ രാത്രി ഉറങ്ങാറില്ല. അവർ കാത്തിരിക്കുമ്പോഴാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് അവരെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നു. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും നിയമലംഘനം, അതായത് ഏതൊരു മാലിന്യ പ്ലാന്റിലേക്കും വരുന്ന വാഹനത്തിന് അതിൻ്റെതായ ദുർഗന്ധം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വാഹനം ഭയങ്കര വാടക നിൽക്കാൻ പറ്റുന്നില്ല. ആരോഗ്യ മിഷനിൽ വന്നാൽ വാടയില്ല. ഞങ്ങൾ മുട്ടാവുന്ന വാതിലുകൾ പരമാവധി മുട്ടിയത്. ഇപ്പൊ ഈ നിങ്ങളെ പോലെ പത്രക്കാരെങ്കിലും വാടയുണ്ടോ ഇല്ലയോ? ഇല്ല. ഞങ്ങൾ പറയുന്നത് കള്ളം. ഞങ്ങൾക്ക് അങ്ങനെ കള്ളം പറഞ്ഞൊന്നും നേടണ്ട. ഞങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് ആരും ഒന്നും തരണ്ട. പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ആരോഗ്യം വേണമെങ്കിൽ ഇതുപോലുള്ള കെമിക്കലുകൾ ശ്വസിക്കാൻ ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ തയ്യാറല്ല.
ദിവസം തോറും ഇത് തന്നെ, ദിവസം തോറും ഈ ഇത്രയും പഴകിയ മാലിന്യം ഇനി ഇതിനകത്ത് കയറ്റി ഞങ്ങൾ അതിനകത്ത് പൊടിക്കാൻ സമ്മതിക്കത്തില്ല. ഈ ആൾക്കാര് ഇപ്പൊ ഈ പ്ലാന്റിലോട്ട് കയറ്റിവിട്ടാലും സമരം പൊളിക്കും. മാലിന്യ പ്ലാന്റിനെതിരെ ഒരു മേഖല ഒന്നടങ്കം സമരമുഖത്താണ്. ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ സമരമുഖത്ത് ഈ ജനവാസികളോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ത് വില കൊടുത്തും മാലിന്യം ഇവിടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ശക്തമായ നിലപാടാണ് പ്രദേശവാസികൾക്കുള്ളത്. ഞങ്ങളിത് പോയി എടുത്തു കോടതി കൊടുത്തേക്കുന്നവരും ഇത് തന്നെയുണ്ട്. വിനാശകരമായ വ്യവസായത്തിന്റെ റെഡ് കാറ്റഗറി ഉൾപ്പെടുന്നതാണെന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി കൊടുത്തേക്കുന്ന പ്രയർ. പക്ഷെ അത് കോടതി എടുത്ത് വരണ്ടേ? അതുവരെ ഇവർ ഇങ്ങനെ ഇത് ശ്വസിച്ച് ഇവിടെ കഴിയും. എടുത്തു വരുമ്പോ കുറെ പേരൊക്കെ തീരും. പ്ലാനിനകത്ത് പോയി ഇത് ഇവിടെ കത്തിക്കാൻ പുല്ല്. അല്ല പറയല്ലേ? അല്ല പിന്നെ പറയല്ലേ? അങ്ങനെ പറയുന്നത് ഇന്നലെ രാത്രി അവരൊന്ന് പറഞ്ഞു പോയി. അവരെ അടിച്ചു നോക്കുമ്പോൾ പഴയ അവിടെ പോയിട്ടുണ്ടെന്ന ഈ ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ജനങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ നിൽക്കും. അതിനകത്ത് ഒരു കോംപ്രമൈസ് എന്താണ് ഉള്ളത്? ഇത് തന്നെ കാര്യം. പ്ലാന്റ് അടച്ചു കൂട്ടണം, പ്ലാന്റ് സീൽ ചെയ്യുക, വണ്ടി തിരിച്ചു വിടുക, ജനങ്ങൾ ഇങ്ങനെ കിടക്കുക, പാവങ്ങളെല്ലാം വീട്ടിൽ വിടുക. ഞങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ട്. തൊഴിലുറപ്പ് കഴിഞ്ഞ് ഇത് വന്നതാണ്, നമ്മളെ തിരിച്ചുകൊണ്ട് പോയി. ഒരിടത്തെ കൂലി പോലും ഇല്ലാതായി ഇന്ന്. ഒരു ദിവസം തൊഴിലുറപ്പിന് പോയി 300 രൂപ കിട്ടി, അതിന് കിട്ടുന്ന ആഹാരം ഞങ്ങൾക്ക് സമാധാനമായിട്ട് വീട്ടിൽ വേവിച്ച് കഴിക്കാൻ പറ്റത്തില്ല. അത് അവിടെ വീട്ടിൽ അത് വേവിച്ച് വെച്ചിട്ട് ഞങ്ങൾ പട്ടിണി കഴിക്കണം ഈ വാട കാരണം. അതിന് പറ്റത്തില്ല. ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് വളർത്തണം. ഞങ്ങളുടെ ജീവിതം പോട്ട് വളർന്നു വരുന്ന മക്കളെ കൊച്ചുങ്ങൾക്കെല്ലാം ചോദിച്ചിട്ട് മൊത്തം ഉറക്കമില്ല, ഛർദില് കുഞ്ഞുങ്ങൾക്കൊന്നും വയ്യ. സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത്. അവർ രാത്രി ഉറക്കം കഴിഞ്ഞ് രാവിലെ പണിക്ക് പോകേണ്ട ആൾക്കാരാണ്. ഇതിന് പ്ലാന്റ് കയറ്റാൻ പറ്റത്തില്ല, ഇത് അടച്ചു പൂട്ടുക എന്നാണ് ഞങ്ങളെല്ലാവരുടെ. ജനങ്ങളെ പിരിച്ചുവിടുക, പ്ലാന്റ് പൂട്ടുക, പ്ലാന്റ് പൂട്ടിയാക്കൂ. ജനവാസം ഇല്ലാത്ത ഏതെങ്കിലും പ്രദേശം എടുത്ത് കൊണ്ടുപോകും. പെരിയമലെന്ന് വന്നല്ലേ ഈ പ്ലാന്റ്, ഇവിടുന്ന് മാറ്റുക. ഇവിടെ ഇന്ന് തന്നെ ഇത് നോക്കി ചെയ്യുക. എത്രയും പെട്ടെന്ന് അടച്ചു പൂട്ടാനുള്ള സംവിധാനം മണിച്ചിത്രത്താഴിട്ട് പൂട്ടണം. അത്രേ ഉള്ളൂ. ഈ വണ്ടി കയറൂല, ഈ വണ്ടി എന്നല്ല ഒരു വണ്ടിയും കയറൂല. ഇന്നുകൊണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കണം. വണ്ടി എല്ലാം തടയും. എന്ത് വന്നാലും ശരി. ആദ്യം പറഞ്ഞിട്ടുണ്ട് അത് നിർത്തിവെക്കുമെന്ന്. നിർത്തിവെച്ച പ്ലാന്റിലേക്ക് ഈ വണ്ടി കയറി പോകുന്ന എന്തിനാ? 3.5 വർഷമായി ഈ ജനങ്ങൾ, ഈ സ്ത്രീകളും കുട്ടികളും പാതിരാത്രി കാലങ്ങളിൽ ഇറങ്ങി ഈ വണ്ടി തടച്ചിലും പോലീസ് കേസും പോലീസിന്റെ മർദ്ദനം. ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ബഹുമാനപ്പെട്ട കളക്ടറിന്റെ അടുത്ത് വരെ ഞങ്ങൾ സമരമായിട്ട് പോയി. അദ്ദേഹത്തിന് ഉചിതമായ ഒരു തീരുമാനം എടുക്കാം. കോടതിയുടെ ഉത്തരവ് പറഞ്ഞിട്ടുണ്ട് കളക്ടർക്ക് തീരുമാനം എടുക്കാന്ന്. കളക്ടർ തീരുമാനം എടുക്കണമെന്ന്. ഇത് പൂട്ടണം. ഈ വണ്ടി കയറത്തില്ല. മുതലാളിമാർക്കുള്ള സ്ഥലം കണ്ണാലൂരും കുളപ്പാടും വയനാടൊക്കെ അവിടെ ഒരുപാട് സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുപോയി കുടിച്ചിടട്ടെ. അവിടെ സ്ഥലമില്ലേ? ഈ പാവപ്പെട്ടവർക്കുള്ള വീട്ടുമുറ്റത്തെ ഉള്ള സ്ഥലം കുളപ്പാടും വൈസലും കണ്ണാലൂർ സമതും ഷാജിയൊക്കെ അവര് വന്ന് ഇത് കൊണ്ടുപോട്ട് ചുമന്നോണ്ട് പോട്ട്. ഈ ജനങ്ങൾക്കുള്ള അടുത്തോട് കുഴിച്ചിടാനും പറ്റൂല, ഇത് അകത്തോട്ട് കയറ്റാനും സമ്മതിക്കത്തില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായാ പറയുന്നത്. ഇത് ഇവിടെ കേറത്തില്ല. ഇവിടെ രാഷ്ട്രീയം ഇല്ല, ഒന്നുമില്ല. രാഷ്ട്രീയമൊക്കെ ഇലക്ഷന് മതി. ഇലക്ഷൻ സമയത്ത് മതി രാഷ്ട്രീയം. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിക്കുന്നു. ഞങ്ങളിവിടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഈ വണ്ടി കയറ്റാൻ സമ്മതിക്കത്തില്ല. ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങളാണ്. ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇവിടെ കിടന്നിട്ട്. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഇത് പൂട്ടണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. എല്ലാ ജനങ്ങളും ഈ കണ്ട സ്ത്രീകളെല്ലാം നിരവധി തവണ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ്. ഈ മർദ്ദനം നിരന്തരം തുടരാൻ നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കുന്നില്ലെന്ന് അർത്ഥശങ്കയ്ക്കിടയല്ലാതെ പറയുകയാണ്.
ഒരു കാരണവശാലും ഒരു വണ്ടി വന്നാലും ഇനി ഏത് തീരുമാനത്തിലൂടെ ആയാലും ജനങ്ങളെല്ലാം മർദ്ദിച്ചുകൊണ്ടും ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടും ഒരു കാരണവശാലും ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല. ഈ മുളയറച്ചാലിന്റെ പ്രശ്നമല്ല, കേവലം മുളയറച്ചാലിന്റെ പ്രശ്നം മാത്രമല്ല, ഇതൊരു ജനകീയ പ്രശ്നമായി ഏറ്റെടുത്തുകൊണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുമെന്ന് ഇതിനാൽ നമ്മൾ ഉറപ്പു പറയാം. ഒരു കാരണവശാലും മുൻ പഞ്ചായത്ത് ഒത്തുകളിച്ചോ സൂക്ഷിച്ചോ ഒറ്റക്കെട്ടായി പറയുന്നേ, ഒന്നിച്ചൊന്നായി പറയുന്നേ, പല പല താക്കീത് തന്നു മടുത്തു. ഇല്ല ഇല്ല ഇനിയൊരു താക്കീത്. സൂചനയാണ് സൂചനയാണ് സൂചന പലതും കണ്ടുപഠിച്ചില്ലേ? കാര്യം പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് നമ്മളെ ആരും കാണിക്കത്തല്ല. അടച്ചുപൂട്ടു 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 മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടു മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടു. ഞങ്ങൾക്ക് വേണം ശുദ്ധവായു, ഞങ്ങൾക്ക് വേണം ശുദ്ധവായു. ഇൻകുലാബ് സിന്ദാബാദ്, ജനകീയ സമിതി സിന്ദാബാദ്, ജനകീയ സമിതി സിന്ദാബാദ്. മാലിന്യ വണ്ടി കണ്ടുപോടാ, കൊണ്ടുപോടാ കണ്ടുപോടാ. ഒന്നിച്ചെന്നായി പറയുന്നേ, ഒറ്റക്കെട്ടായി പറയുന്നേ, കൊണ്ടുപോടാ കണ്ടുപോടാ. വയനാട്ടിലേക്ക് കണ്ടുപോടാ, ഒറ്റക്കെട്ടായി പറയുന്നേ, വീണ്ടും വീണ്ടും പറയുന്നേ, കൊണ്ടുവെക്കോ കൊണ്ടുവെക്കോ. സൂചന പലതും തന്നുമെടുത്ത് പോലീസല്ല പട്ടാളം, ആര് വന്നാലും പുല്ലാണ്. ഒറ്റക്കെട്ടായി പറയുന്നേ, പ്ലാന്റ് വേണ്ട, നമുക്ക് വേണ്ട, നമുക്ക് വേണം ശുദ്ധവായു, നമുക്ക് വേണം ശുദ്ധവായു. ഇൻകുലാബ് സിന്ദാബാദ്, ജനകീയ സമിതി സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ജനകീയ സമിതി സിന്ദാബാദ്. ഇല്ല ഇല്ല നടക്കില്ല, ഇല്ല ഇല്ല നടക്കില്ല, മുളയറച്ചാലിൽ നടക്കില്ല, മുളയറച്ചാലിൽ നടക്കില്ല, മാലിന്യ പ്ലാന്റ് നടക്കില്ല. വേണ്ട 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 വേണ്ട. ഗുലാബ് സിന്ദാബാദ്, തുലയട്ടെ 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 തുലയട്ടെ. മാലിന്യ മാഫിയ തുലയട്ടെ, മാലിന്യ മാഫിയ തുലയട്ടെ. ഗുലാബ് സിന്ദാബാദ്, വീണ്ടും മലിനമാക്കും, മണ്ണും വീണ്ടും മലിനമാക്കും. അധികാരിവർഗം തുലയട്ടെ തുലയട്ടെ തുലയട്ടെ. ഗുലാബ് സിന്ദാബാദ്, ജനകീയ സമിതി സിന്ദാബാദ്. ശുദ്ധവായു ശുദ്ധജലവും, ശുദ്ധവായു ശുദ്ധജലവും. ഞങ്ങൾ പോകുന്ന പ്രശ്നമില്ല. ഈ മാലിന്യ വണ്ടികൾ തിരിച്ചു നടത്തി കൊണ്ടുപോകണം. തിരിച്ചു കൊണ്ടുപോകാതെ ഈ ജനകീയ സമരം അവസാനിക്കുന്ന പ്രശ്നമില്ല. എത്ര പോലീസ് വന്നാലും എത്ര അധികാരികൾ വന്നാലും ശരി തന്നെ. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ അറിയിച്ചുകൊണ്ട്, ആദ്യം അറിയിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന്, അസഹനീയമായ വാടകയാണ്, ഈ വണ്ടികൾ തിരിച്ചു നടത്തി ഇതിന്റെ മുതലാളിമാർ ഇവിടുന്ന് കൊണ്ടുപോകണം. ഇനി മുതൽ ഒരു വാഹനവും ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരാൻ അനുവദിക്കത്തില്ല. അടച്ചുപൂട്ടാതെ ഒരു കാരണവശാലും ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറത്തില്ല.
സമരത്തിലേക്ക് മാറിയിരിക്കുന്ന ഒരു ഗതിയാണ്. ഇപ്പോൾ മണിക്കൂർക്ക് പിന്നിട്ടു. ഇപ്പോൾ എന്തായാലും സമരം എല്ലാ ജനകീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാരുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മുളയർച്ചാൽ സമരം മറ്റൊരു ദിശയിലേക്ക് പോവുകയാണ്. ഒരു പ്രദേശവാസികളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്ന ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ജനകീയ സമിതി സിന്ദാബാദ്, ജനകീയ സമിതി സിന്ദാബാദ്. വേണ്ട 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 ഞങ്ങളൊന്നായി പറയുന്നു, ഞങ്ങളൊന്നായി പറയുന്നു, ദേശത്തിൽ പറയുന്നു. അടച്ചുപൂട്ടു മാലിന്യ പ്ലാന്റ്, അടച്ചുപൂട്ടു മാലിന്യ പ്ലാന്റ്. ഇൻക്ലാബ് സിന്ദാബാദ്. ജീവിക്കാനാണ് ഈ സമരം, ജീവിക്കാനാണ് ഈ സമരം. ശുദ്ധമായി ശ്വസിക്കാനായി, ശുദ്ധമായി ശ്വസിക്കാനായി, കുടിവെള്ളം മുട്ടാതിരിക്കാൻ ഈ സമരം സിന്ദാബാദ്, ജനകീയ സമരം സിന്ദാബാദ്, ജനകീയ സമരം സിന്ദാബാദ്. അടച്ചുപൂട്ടു, 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 മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടു, മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടു. ഇറങ്ങുന്ന വണ്ടികൾ തിരിച്ചു പോകൂ, ഇറങ്ങുന്ന വണ്ടികൾ തിരിച്ചു പോകൂ. ഇല്ല ഇല്ല ഈ സമരം അടച്ചുപൂട്ടാതെ ഈ സമരം അവസാനിക്കില്ല, അടച്ചുപൂട്ടാതെ ഈ സമരം അവസാനിക്കില്ല. മരണ പ്ലാന്റ് അടച്ചുപൂട്ടുക. മുളയറച്ചാലിൽ വേണ്ടേ വേണ്ട, മാലിന്യ പ്ലാന്റ് വേണ്ടേ വേണ്ട. ഇല്ല ഇല്ല പുറകോട്ടില്ല. ഓരോ ചൂടം മുന്നോട്ട്, ഓരോ ചൂടം മുന്നോട്ട്. വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, മാലിന്യ പ്ലാന്റ് വേണ്ടേ വേണ്ട. മുളയറച്ചാലിൽ വേണ്ടേ വേണ്ട, വയനാട്ടിലെ മാലിന്യ പ്ലാന്റ് വേണ്ടേ വേണ്ട. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. മുളയറച്ചാലിലെ പാവം ജനതേ, മുളയറച്ചാലിലെ പാവം ജനതേ, മാലിന്യത്തിൽ മുക്കിക്കൊല്ലാൻ, മാലിന്യത്തിൽ മുക്കിക്കൊല്ലാൻ അനുമതി നൽകിയ അധികാരികളെ, അനുമതി നൽകിയ അധികാരികളെ ഞങ്ങളൊന്നായി പറയുന്നു, ഞങ്ങളൊന്നായി പറയുന്നു. ജനിച്ച മണ്ണിൽ ജീവിക്കാൻ, ജനിച്ച മണ്ണിൽ ജീവിക്കാൻ, ശുദ്ധമായി ശ്വസിക്കുവാൻ മരണം വരെയും സമരം ചെയ്യും. ഇൻക്ലാബ് സിന്ദാബാദ്. നിങ്ങൾ അറിഞ്ഞ നാട്ടാരെ, മുളയറച്ചാലിലെ കുഞ്ഞുങ്ങളെ, മുളയറച്ചാലിലെ കുഞ്ഞുങ്ങളെ മാലിന്യത്തിൽ മുക്കിക്കൊല്ലാൻ, മാലിന്യത്തിൽ മുക്കിക്കൊല്ലാൻ മാരക ഭീകര രോഗങ്ങൾ, മാരക ഭീകര രോഗങ്ങൾ നാട്ടിലാകെ പടർത്തിയിടാൻ, നാട്ടിലാകെ പടർത്തിയിടാൻ പ്ലാന്റ് മാഫിയ ഭീകരർക്ക്, പ്ലാന്റ് മാഫിയ ഭീകരർക്ക് കൂട്ടുനിൽക്കും വഞ്ചകരെ, കൂട്ടുനിൽക്കും വഞ്ചകരെ. ഞങ്ങളൊന്നായി പറയുന്നു, പ്ലാന്റ് മാഫിയ പ്രതിരോധിക്കും. ഇല്ല നടക്കില്ല, മുളയറച്ചാലിൽ നടക്കില്ല. ഇൻക്ലാബ് സിന്ദാബാദ്. ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ട ഈ സമരത്തില് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പലരും ഇപ്പൊ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അനാവശ്യമായിട്ടാണ് ഈ വാഹനങ്ങൾ ഇപ്പോഴും ഇവിടെ പാർക്ക് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഈ ചീഞ്ഞളഞ്ഞ സാധനം ഇവിടെ ഇട്ട് വീണ്ടും ഈ പ്രദേശം മുഴുവൻ ഇത്തരത്തിലുള്ള ദുർഗന്ധം വ്യാപിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെങ്കിൽ കുറച്ചുകൂടി സമരം ബലപ്പെടുത്തും. സമീപ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മുളയറച്ചാലിൽ എത്തിക്കാൻ
വളരെ വ്യക്തമായി ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയാണ്. വെളുനല്ലൂർ പഞ്ചായത്തിന്റെയും സമീപ പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളിലെയുള്ള ആളുകളെ മുളയറച്ചാലിലെ ഈ പ്ലാന്റിന്റെ മുമ്പിലേക്ക് വരുത്തിക്കരുത്. നിങ്ങള് ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ 3-4 വാഹനങ്ങളോട് ഇട്ടേക്കുക. അത് ഇവിടുന്ന് കൊണ്ടുപോകണം. നിയമം പോലീസ് കസ്റ്റഡിയിൽ കണ്ടേ എന്ത് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഈ വാഹനങ്ങളിലൂടെ വന്നിരിക്കുന്നത്? ആദ്യമേ ഇവർക്കെതിരായി കേസെടുക്കണം. കേസെടുത്തിട്ട് ഈ വണ്ടി ഇവിടുന്ന് മാറ്റണം. ഒരു കാരണവശാലും ഇതിനകത്തോടെ ഈ ലോഡ് കയറ്റാൻ അനുവദിക്കത്തില്ല. ഏത് നിലപാട് പോലീസുകാർ സ്വീകരിച്ചാലും ഉദ്യോഗസ്ഥർ സ്വീകരിച്ചാലും ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കരുത്. ആവശ്യമില്ലാത്ത അറസ്റ്റിലേക്കും സംഘർഷത്തിലേക്കും കാര്യങ്ങൾ കൊണ്ടുപോകാതെ ഈ പ്രദേശത്തെ ഈ ദുർഗന്ധം വമിക്കുന്ന ദുരിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ് ഈ അവസരത്തിൽ. ഇത് അനധികൃതമായിട്ടാണ് ഈ വണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. ഇത് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് മാറ്റണം. കാരണം ഇത് നിയമലംഘനമാണ്. നിയമലംഘനം നടത്തിയിരിക്കുന്ന ഈ 2 വാഹനവും പ്ലാന്റിലോട്ട് കയറാൻ അനുവദിക്കില്ല. മാത്രവുമല്ല ഇതിന്റെ മുതലാളിമാരെ ഇവിടെ വരുത്തി അറസ്റ്റ് ചെയ്ത് ഇത് പോലീസ് സ്റ്റേഷനിൽ എവിടേക്ക് മാറ്റണം. പോലീസാണ് അത് ചെയ്യേണ്ടത്. അല്ല പോലീസ് ജനങ്ങളുടെ മേൽ കുതിര കയറയല്ല വേണ്ടത്. പാവപ്പെട്ട ഇന്നലെ നേരം വെളുക്കുന്നത് വരെ ആളുകളെ ഇവിടെ പീഡിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യട്ടെ. ഇതിന്റെ ഡ്രൈവർമാർ അടക്കമുള്ളവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമല്ലോ. കാരണം ഇത് മാലിന്യം ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ ഇവിടെ. ഈ റോഡിൽ ഒഴുകുകയല്ലേ. അത് നിയമലംഘനമല്ലേ, നിയമവിരുദ്ധമല്ലേ? അങ്ങനെ ഈ വാഹനം ഓടിക്കാൻ പറ്റുമോ? അപ്പൊ ഇത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. പോലീസ് ജനങ്ങളുടെ മേലല്ല കുതിര കയറാറുള്ളത്. ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് അനധികൃതമായി നിയമവിരുദ്ധമായി നിയമലംഘനം നടത്തിയ വാഹനമാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ജനവിരുദ്ധമാണ്. ഇത് ഇവിടെ നിന്ന് മാറ്റണം. അതാണ് ഞാൻ ആവശ്യം. ഈ വാഹനങ്ങൾ ഈ വാഹനങ്ങള് ഇതിന്റെ മുതലാളിമാരുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരണം. പോലീസിന് വേറെ മാർഗമില്ലെങ്കിൽ മുതലാളിമാരുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം. ഞങ്ങൾ വേണമെങ്കിൽ സഹായിക്കാം. ഈ വണ്ടി ഞങ്ങൾ എത്തിച്ചേരാം. അവിടെ കിടക്കട്ടെ, മുതലാളിമാരുടെ വീട്ടിൽ കിടക്കട്ടെ. എന്തിനാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്നത്? പിന്നെ പ്ലാന്റിലേക്ക് കിടത്താമെന്ന് വ്യാമോഹം ആർക്കും വേണ്ട. ഈ ഇവിടെ ഇട്ട് ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് നാറ്റം വമിപ്പിച്ചുകൊണ്ട് പിന്നെ നാറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാന്റിലേക്ക് കയറ്റാമെന്ന ഒരു വ്യാമോഹവും ഇതിന്റെ ആർക്കും വേണ്ട എന്ന് അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുക. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ജനപ്രതിനിധികളടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരടക്കം ഇവിടെയുണ്ട്. ഒരാളും ഇതിന് ഈ പ്ലാന്റിലേക്ക് കടത്തിവിടാൻ ഒരാളും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുക. ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിനാധാരമായ കാര്യങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ വണ്ടി ഒരു കാരണവശാലും പ്ലാന്റിൽ പ്രവേശിപ്പിക്കത്തില്ല. ജനങ്ങൾ വളരെ രൂക്ഷമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതിന്റെ പിന്നിലുണ്ട്. ജില്ലാ അധികാരികളിൽ എന്റെ പ്രതിനിധി ഇവിടെ ഉണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ വാഹനം തിരിച്ചു കൊണ്ടുപോവുക, ഈ പ്ലാന്റ് പൂട്ടിക്കുക. മേലിൽ ഈ സ്ഥാപനത്തിന് വാഹനങ്ങൾ ഇവിടെ പ്രദേശത്ത് വരാൻ നിങ്ങൾ അനുവദിക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അക്കാര്യത്തിൽ ഒരേ മനസ്സോടുകൂടി എല്ലാവരും നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ സാധനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. ഇത് തടയാൻ അവർക്ക് വയ്യാതെ കൊണ്ടുപോയി നോക്കുന്നില്ല. അവർക്ക് കൈക്കൂലി കിട്ടും. അതുകൊണ്ട് അവർക്ക് ഒരു ബൈക്കിനകത്ത് പോയാൽ തടഞ്ഞു നിർത്തിയിട്ട് അവർക്ക് പെറ്റടിച്ചു കൊടുത്ത് അവരെ വിടും. ലൈസൻസ് പിടിച്ചോടിച്ച് ഇതൊന്നും അവർക്ക് തടയാൻ പറ്റുന്നില്ല. ജനങ്ങളെ അടിച്ചു കൊല്ലാനായിട്ട് വരുന്നത്. ഇതടുത്തോട്ട് പോവാതെ അവിടുത്തെ മാറുന്ന പരിപാടിയില്ല. രാത്രി ആയാലും അവിടെ കിടക്കണം. മലയാളിയുടെ വീട്ടിലോട്ട് എടുത്തോണ്ടിട്ട് കൊടുക്കട്ടല്ലെങ്കിൽ മുളയറച്ചാലിലെ മാലിന്യ പ്ലാന്റിനെതിരെയുള്ള പ്രദേശവാസികളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളും ജനപ്രതിനിധികളും ഈ സമരമുഖത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ പ്ലാന്റ് അടച്ചുപൂട്ടുന്നത് വരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് പ്രദേശവാസികൾ പ്രതികരിക്കുന്നത്. വനിതകളടക്കം, പ്രായം ചെന്നവരടക്കം, കൊച്ചുകുട്ടികളടക്കം സമരമുഖത്ത് ഉറച്ചു നിൽക്കുന്നതിന്റെ ദൃശ്യമാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്.
നാട്ടിൽ ജീവിക്കണം. ഈ പ്ലാന്റ് ഞങ്ങളുടെ നാട്ടിൽ ഇനി പറ്റത്തില്ല. സ്വസ്ഥമായിട്ട് ഞങ്ങൾക്ക് രാത്രി കിടന്ന് ഉറങ്ങണം. കാരണം ഇത് ശ്വസിച്ച് ഞങ്ങൾക്ക് ഉറങ്ങാണ്ട് ഒരാവശ്യവും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കും? അത് ഒരു ഭാഗത്ത് മാത്രമാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ല ഇത് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് ഒരു നിമിഷം വീടിനകത്ത് അവര് വിചാരിക്കുന്ന സമയത്ത് വേണം നമുക്ക് നല്ല വായു കിട്ടാൻ വേണ്ടിയിട്ട്. എയർ ഹോളിൽ കൂടെ റൂമിനകത്തോട്ട് ഇത് എൻട്രി ചെയ്യുക ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ആരോട് ഈ പരാതിയൊക്കെ പറയും? നമ്മളിങ്ങനെ തടയുമ്പോൾ പറയും ഹൈക്കോടതി എന്നുള്ള ഉത്തരവാണ്, അതിന്റെ ഉത്തരവെന്നാണെന്ന് പറയുന്നത്. പ്രദേശവാസികൾ ശക്തമായ സമരത്തിലേക്കാണ്. അതല്ല അല്ല വസ്തുവിന്റെ അല്ല വസ്തുവിന്റെ ആളിനെ വിളിച്ചോണ്ടാ ഞാൻ ചോദിച്ചത്. വസ്തുവിന്റെ ആളിനെ വിളിച്ചോ. മേൽനോട്ടം വഹിക്കുന്ന കക്ഷി ഒബ്ജക്ഷനില്ല, കുഴപ്പമില്ല, ചെയ്തോളാൻ പറഞ്ഞു. കൊടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗുരുതരമായ ഒരു വലിയ വിഷയമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ഗ്രാമപഞ്ചായത്ത് ഈ സമരമുഖത്ത് വെളിനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിച്ചേർന്നിട്ടുണ്ട്. നിലയിൽ താങ്കളുടെ അഭിപ്രായം ഇക്കാര്യത്തെ സംബന്ധിച്ച് എന്താണ്? പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുവാനും പ്രശ്ന പരിഹാരത്തിനും വേണ്ടി വെളിനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുന്നു. ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ സംഘർഷത്തെ തുടർന്ന് ഇപ്പോൾ കളക്ടർ വിളിച്ചായിരുന്നു. കളക്ടർ വിളിച്ചിട്ട് പറഞ്ഞത് തൽക്കാലം ഇത് പ്ലാന്റിന്റെ പുറത്ത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി പഞ്ചായത്ത് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ ചെലവിൽ ഇപ്പോൾ ഇത് ഡിസ്പോസലാക്കുന്നതിന് വേണ്ട ഈ വേസ്റ്റ് ഒഴിച്ചിടുന്നതിനാവശ്യമായ നിലപാട് എടുക്കുന്നതായിരിക്കും എന്ന് അറിയിച്ചു. പ്രധാനപ്പെട്ട കളക്ടറുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും അവസാനം ഈ പ്രദേശത്തെ എല്ലാ മനുഷ്യരുടെയും സ്വാഭാവികമായിട്ടുള്ള അവരുടെ പ്രതികരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഒരു കാരണവശാലും ഈ പ്ലാന്റിലേക്ക് കടത്തിവിടില്ല എന്നുള്ള നമ്മുടെ നിശ്ചയദാർഢ്യത്തോടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഇവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിന്റെ ചെലവിൽ ഇവിടെ ഈ വസ്തുവിൽ വലിയ കുഴിയെടുത്ത് ഈ അറവ് മാലിന്യങ്ങൾ ഇവിടെ മറവ് ചെയ്യും. അത് അനുയോജ്യമായ പറയട്ടെ അനുയോജ്യമായ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി അത് മറവ് ചെയ്യും എന്ന് മാത്രമല്ല ഈ പ്ലാന്റ് ഇനി മുതൽ അവിടെ പ്രവർത്തിക്കുന്ന പ്രശ്നമില്ല. ഒരു കാരണവശാലും ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല. പ്ലാന്റ് പൂട്ടാനുള്ള തീരുമാനം കളക്ടർ എടുത്തിട്ടുണ്ട്. അതില് ജനകീയ സമരസമിതിക്കും പ്രദേശവാസികൾക്കുമുള്ള ഏറ്റവും വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ജനകീയ സമരസമിതി അതുമായിട്ട് സഹകരിക്കുന്നുണ്ടോ? പഞ്ചായത്ത് എടുത്ത തീരുമാനമായിട്ട് ജനകീയ സമരസമിതി സഹകരിക്കാൻ തയ്യാറാണ്. ഈ വേസ്റ്റ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ സംസ്കരിക്കട്ടെ, പ്ലാന്റിനകത്തോട്ട് കയറ്റണ്ട, അത്രയേ ഉള്ളൂ. അല്ല ഈ പ്ലാന്റ് ഇവിടെ സംസ്കരിക്കാനുള്ള തീരുമാനം ജനങ്ങൾ അംഗീകരിക്കുന്ന സാഹചര്യമാണെങ്കിൽ ഞങ്ങൾ അതിനെ അംഗീകരിക്കും. പക്ഷേ ഇത് പൂട്ടുമെന്ന് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി നാളെ ഇത് തുറന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം വേറെ. ഒരു കാരണവശാലും തുറക്കത്തില്ല, എല്ലാവരും പറയാം പൂട്ടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുറക്കാൻ പാടില്ല. ആ ഒരു അവസരം ഉണ്ടാവും. അങ്ങനെയുള്ളൂ. കൂട്ടാൻ തീരുമാനം മുളയലച്ചാലിലുള്ള മാലിന്യ പ്ലാന്റ് പൂട്ടുമെന്ന് തന്നെയാണ് മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വെളിനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഈ തീരുമാനത്തെ, ഈ പ്രഖ്യാപനത്തെ കയ്യടിയോടുകൂടിയാണ് സ്ഥലവാസികൾ സ്വീകരിച്ചിട്ടുള്ളത്. തുടർന്ന് ഇത് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ ശക്തമായ രീതിയിൽ അതിനെ പ്രതിരോധിക്കുമെന്നും മരണം വരെയും ഇത് പോരാടുമെന്നും ഒക്കെയാണ് ഇതിൽ പങ്കെടുത്തുകൊണ്ടുള്ള
പ്രദേശവാസികളായ വനിതകളടക്കം പ്രായം ചെന്നവർ അടക്കം അവരുടെ പ്രതികരണങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് സംഘർഷ അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനപ്രതിനിധി നേതാക്കളും സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ ജനവാസികൾ ഒന്നടങ്കം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സംഘടിച്ചു നിന്നതിന്റെ വിജയ സൂചനയാണ് ഈ മാലിന്യ പ്ലാന്റ് തുടർന്ന് പ്രവർത്തിക്കില്ല എന്ന് പ്രഖ്യാപനം വരുന്നത്. വണ്ടി എടുക്കാൻ ആളില്ലെങ്കിൽ പെണ്ണുങ്ങൾ കയറി എടുക്കും. വണ്ടി എടുക്കും, എടുത്ത് അയാളുടെ അടുക്കളയെ കൊണ്ടിടും. ഞങ്ങൾക്കറിയാം ഞങ്ങൾ അടുക്കളയെ വേസ്റ്റ് കയറ്റിക്കൊണ്ടങ്ങ് പോവാ. സന്ധ്യയാകുമ്പോ അമർത്തിക്കൊണ്ട് നടക്കൂലാണ് എന്നാ പറയാം. ഒന്ന് കട്ടിയാക്കി എങ്കിലേ ഞങ്ങൾ വിജയിക്കത്തുള്ളൂ. ഇത് അങ്ങോട്ട് മാറിപ്പോയി പരിഹാരം വേണ്ടേ? നമ്മൾ നിൽക്കുന്നു. ഇത് ഈ പരുവത്തിൽ ഈ റോഡേ വണ്ടി ഓടിക്കാൻ പറ്റുമോ? എന്തിനും പ്രായോഗികമായിട്ട് നമുക്ക് എല്ലാവരോടും ഒരുമിച്ച് അല്ലാതെ വേറൊരു നിലപാടെടുത്തിട്ട് പുറമെ വേറെ ഞാൻ പറയുന്നത് മൊത്തം കേട്ടിട്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇത് നിരത്തിലിറക്കി കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മൊത്തം ബുദ്ധിമുട്ടാകുമല്ലോ. അതല്ലേ യാഥാർത്ഥ്യം? അതല്ലേ ഇത് പരമാവധി ബുദ്ധിമുട്ട് ഒഴിവാക്കി ഇത് എവിടാണോ നമുക്ക് കുഴിച്ചിട മറവ് ചെയ്യാൻ പറ്റുന്നത് അതിനെ സംബന്ധിച്ച് നിങ്ങളൊരു സാക്ഷമിക്ക് കുളത്തിന്റെ അപ്പുറത്തോട്ട് അങ്ങോട്ട് കയറി അവരോട് ബാക്കിലോട്ട് അപ്പുറത്തെല്ലാം കൂടെ അവിടെ കുടിക്കാൻ പറ്റില്ലേ? കുടിക്കാൻ പറ്റില്ല, നല്ല ആഴത്തിൽ കുടിക്കണം. പാറക്കുളത്തിൽ വെള്ളം അവിടെ പറ്റില്ല, അവിടെ പറ്റില്ല. ഇത് എവിടെയെങ്കിലും ജലസ്രോതസ് ഉണ്ടെങ്കിൽ പോവാത്തത് നല്ലത്. വെള്ളമുണ്ട്. രണ്ട് മഴയും കൂടെ പെയ്ത് കഴിയുമ്പോൾ ഇത് അങ്ങോട്ടങ്ങ് പോകും. ആ വെള്ളം ഈ വസ്തുവിന്റെ കാര്യം പറഞ്ഞത് ഈ വസ്തു നമ്മുടെ അല്ല, അത് പൂയപ്പള്ളിക്കാരുടെ കുഴപ്പമില്ലല്ലോ. ഇവിടെ കുഴിച്ചെടുത്ത പ്രശ്നമില്ല, നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് സണ്ണിക്ക് വിഷയമുണ്ടോ? പക്ഷെ വിഷയമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ പോകാം. അതങ്ങ് പോവാം. പറയട്ടെ അവിടെ പ്രശ്നം, അവിടെ വീടുകളുണ്ട്, നമ്മളിപ്പോ ചെയ്യാം. അങ്ങനെ അവിടെ പ്രശ്നം അവർ കൊണ്ടുപോട്ട് അതേ നമ്മൾ പറയുന്നുണ്ട്. അവർ കൊണ്ടുപോട്ടെ നമ്മൾ അവരെവിടെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിട്ടുള്ളൂ. പ്ലാന്റുകാർ എടുത്തിട്ടുള്ള സ്ഥലമുണ്ട്, പിറകിലാണ് പ്ലാന്റുകാർ. അവിടെ കുഴിച്ചെടുത്തു, അവിടെ വെള്ളത്തിന്റെ പ്രദേശങ്ങളുണ്ട്, അവിടെ വെള്ളം എടുത്തോണ്ടിരിക്കുകയാണ്. വേറൊരു പാർട്ടിയുടെ അവിടെ അവിടുത്തെ നേരെ വെള്ളം അവിടുന്ന് ചെറുക്കിലോട്ട് സൊല്യൂഷൻ പെട്ടെന്ന് ഉണ്ടാക്കി. പഞ്ചായത്താണ് ഏറ്റിരിക്കുന്നത്, നമുക്കത് റോളില്ല. പഞ്ചായത്ത് പ്രശ്നം എന്താ പറഞ്ഞത്? പഞ്ചായത്തായിട്ട് കുഴിച്ചിടാൻ നമ്മൾ അംഗീകരിച്ച കാര്യമാണ്. നമുക്ക് അങ്ങേ അറ്റത്ത് സമ്മതിക്കും. അവര് അങ്ങേ അറ്റത്തുള്ളത് സമ്മതിക്കത്തില്ലേക്ക, അങ്ങേ അറ്റത്ത് സമ്മതിക്കത്തില്ലേക്ക. അവിടെ സമ്മതിക്കത്തില്ല.
അച്ചാറ് വീടുണ്ട് ഇവിടെ ഈ മുളയറച്ചാൽ പ്ലാന്റിലേക്ക് വന്നിട്ടുള്ള മാലിന്യം അത് സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വന്ന മാലിന്യങ്ങൾ മണിക്കൂറുകൾ കഴിയുന്തോറും ദുർഗന്ധം കൂടുതൽ വമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടുന്ന നടപടികളെ കുറിച്ച് ജനപ്രതിനിധികളും പരിസരവാസികളും തമ്മിൽ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ഹലോ അവസാനം കളക്ടർ ഇവന്മാർക്ക് എന്തോ ഒരു വകുപ്പ് കൊടുത്ത് അതിനുശേഷം കൊണ്ടുപോയത് ഇവര് ഇതേപോലെ ഒഴിഞ്ഞു കളിച്ച് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ നിലപാട് തന്നെ ഈ വണ്ടി പോലീസ് മുതലാളിമാര് തന്നെ തിരിച്ചു കൊണ്ടുപോക്കോളും. അവരവിടെ കൊണ്ടുപോയി അവരുടെ സ്ഥലങ്ങൾ കാണും. ഒക്കത്തില്ല. ഇത് പിന്നെ നാളെ തൊട്ട് വീണ്ടും വാടക അടിക്കും. ഇതിനെ നമ്മൾ ഈ വാടക വെക്കുന്നത് ഏറ്റവും ലേറ്റ് എവിടെ പിന്നെ കൊണ്ടുപോകും. 5 മണി തൊട്ട് ഞങ്ങൾ ഉറങ്ങാതെ തീരുമാനിക്കട്ടെ ഇത് എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന്. നീ ഇവിടെ കുഴിച്ചിടാനോ? അവർക്ക് ഇഷ്ടംപോലെ വസ്തുക്കളുണ്ട്, ഇത് ഫസ്റ്റ് സമരത്തിന് അവർ എവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടോ അവിടെ കൊണ്ടുപോയി അവര് മാലിന്യ ഇത് ചെയ്യണം. ഇവിടെ പറ്റത്തില്ല, ഞങ്ങൾ 5 മണി തൊട്ട് അതല്ലേ ഇവിടെ കിടക്കുന്നില്ലേ ഞങ്ങൾ വെള്ളത്തിൽ ഇന്നലെ വൈകിട്ട് 5 മണി വരെ ഈ സൈഡിൽ നിന്ന് ഇവിടുത്തെ കുറച്ച് വീട്ടുകാർക്ക്, അങ്ങേ സൈഡിൽ നിന്ന് അവിടുത്തെ കുറച്ച് വീട്ടുകാർക്ക് ഇവിടെ ഈ നാട്ടിൽ ബുദ്ധിമുട്ടി കാരണം ഉണ്ടാകരുത്. എവിടെയോ കൊണ്ടുപോട്ടെ, ഈ വണ്ടിയിൽ അവർ എവിടെയോ കൊണ്ടുപോയി കുടിച്ചിട്ടുണ്ട്. ഈ നാട്ടുകാർക്ക് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ താൽക്കാലികമായ ഒരു പരിഹാരം വേണമല്ലോ. പിന്നീട് ഉപയോഗിക്കുന്ന വെള്ളമാണ്. സന്തോഷം. പക്ഷെ ഇനി അവരെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ നാട്ടില് ഈ സാധനം ഇവിടെ ഡിസ്പോസ് ചെയ്യാൻ ഇവിടെ കുഴിച്ചിടാൻ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇവിടെ കുഴിച്ചിടാൻ പറ്റത്തില്ല. കുഴിച്ചിടാൻ ഒക്കത്തില്ല എന്നുള്ള നിലപാട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ സമാനമായ സംഭവം ഉണ്ടായപ്പോ കളക്ടർ ഇടപെട്ട് പ്ലാന്റ് മുതലാളിമാരെ കൊണ്ട് വേസ്റ്റ് വേറെ എവിടെ കൊണ്ടുപോയി സംസ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെ പറ്റത്തുള്ളൂ. ഒരു കാരണവശാലും ഈ പ്രദേശങ്ങളിൽ സംസ്കരിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. അത് ഏത് രീതിയിലുള്ള ചർച്ച വന്നാലും പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മതിച്ചാലും നമ്മളെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ അത് കുഴിച്ചിടാൻ പറ്റത്തില്ല. അത് പ്ലാന്റുകാരെ കളക്ടർ ഇടപെട്ട് പ്ലാന്റുകാരെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് വേസ്റ്റ് ഇവിടുന്ന് മാറ്റിച്ചു കൊണ്ട് പോയേ മതിയാകത്തുള്ളൂ. ഇനി ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പ്രവർത്തിക്കാമെന്ന് വിചാരിക്കണ്ട. ഈ നടത്തി കൊടുക്കത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ ഓരോ സമ്മതിക്കത്തില്ല. പ്രവർത്തിക്കാൻ നടക്കത്തില്ല. പൊളിച്ചോണ്ട് പോകണം. മിഷൻ എല്ലാം എടുത്തോണ്ട് പോയാലേ ഞങ്ങൾ സമരം ചെയ്യും. പൊളിക്കുന്നവർ ഞങ്ങളെ പൊളിക്കുന്നവരെയും ഞങ്ങൾ മരണം വരെ ഞങ്ങൾ സമരം ചെയ്യും. ഞങ്ങളെ പൊളിച്ചടുക്കുന്നവരെയും സമരം ചെയ്യും കേട്ടോ.
ഞങ്ങളെ പൊളിച്ചടുക്കുന്നവരെ സമരം ചെയ്തോണ്ടിരിക്കും. പാരിസ്ഥിതിക വിഷയങ്ങൾ വികാരമായിട്ടാണ് മാലിന്യ പ്ലാന്റിൽ സംസ്കരിക്കാൻ കൊണ്ടുവന്ന മാലിന്യം അടിയന്തരമായി ഇവിടുന്ന് മാറ്റുക തന്നെ വേണം. ഈ പ്രദേശത്ത് അത് സംസ്കരിക്കാൻ അനുവദിക്കില്ല എന്നാണ് പ്രദേശവാസികൾ ഒന്നടങ്കം പറഞ്ഞിട്ടുള്ളത്. ചർച്ചകൾ പലവട്ടം കഴിഞ്ഞു എങ്കിലും മാലിന്യം ഇവിടെ സംസ്കരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് പ്രദേശവാസികൾ. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് കൊല്ലം ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അൻസാരിയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി നീക്കം ചെയ്യാനുള്ള ഒരു സംവിധാനം ഗ്രാമപഞ്ചായത്ത് ഇടപെടുമെന്നാണ് പറയുന്നത്. നിർദ്ദേശമാണത്. അത് പഞ്ചായത്ത് പ്രസിഡന്റ് അഭിപ്രായം നല്ല പറഞ്ഞത്. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അത് നമുക്ക് സ്വീകാര്യമല്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വിഷയം ഉണ്ടായപ്പോ കളക്ടർ പ്ലാന്റ് മുതലാളിമാരെ കൊണ്ടാണ് ഈ വേസ്റ്റ് കൊണ്ടുപോയി ഇവരുടെ സംസ്കരിച്ചത്. അതുപോലെ ഇപ്രാവശ്യവും മുതലാളിമാർ തന്നെ എവിടെയും കൊണ്ടുവയ്ക്കോളണം. അത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ഈ നാട്ടിൽ എവിടെയും കുഴിച്ചിടാൻ പറ്റില്ല. ഇവിടെ കുഴിച്ചിടാൻ പറ്റുന്നില്ല. വേറെ ഏതെങ്കിലും നാട്ടിൽ കൊണ്ടേ കുഴിച്ചിടാൻ പറയാം. ഇവിടെ സ്ഥലമില്ല കുഴിച്ചിടാൻ ആർക്കും. സ്ഥലമില്ല. പട്ടി മാറ്റി വീണ്ടും മനുഷ്യരെ വാടക ചത്തോ എല്ലാണ്ടോ മരിക്കാറായി. മുതലാളിമാർക്കും ആ ഉദ്യോഗസ്ഥർക്കും ഉള്ള വീടുകളിൽ കുറേശ്ശെ കൊണ്ടിടാൻ പറ. അവര് ഗോസിയാലെയും ചവരേനെ മടപ്പിച്ച് വെക്കുന്ന പോലീസുകാർ അവർക്ക് ഇച്ചിരി സ്മെല്ല് പിടിച്ചപ്പോ അത് പറ്റുന്നില്ല. പിന്നെ ഈ നാട്ടിലുള്ളവരെ ആരും പറയണോ? ഈ പ്രദേശത്തെ സ്ഥലവാസികൾ നമുക്ക് കാണാൻ കഴിയും. അസഹനീയമായ ദുർഗന്ധമാണ് വമിക്കുന്നത്. ഈ ദുർഗന്ധം സഹിച്ചുകൊണ്ടാണ് ഒരു പ്രദേശത്തെ ജനം ജീവിക്കുന്നത്. ഈ ദുരിതത്തിന് പരിഹാരം കാണുവാൻ അധികാരികളുടെ കണ്ണു തുറക്കണം എന്ന് തന്നെയാണ് സ്ഥലവാസികളോടൊപ്പം ജനപ്രതിനിധികളും പൊതുസമൂഹം ഒന്നാകെ ആവശ്യപ്പെടുന്നത്. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ ഏതറ്റം വരെയും സമരം നീണ്ടുപോകുമെന്നും ഏത് സമരമുറകൾ സ്വീകരിക്കേണ്ടി വന്നാലും ശക്തമായി അത്തരത്തിൽ സമരമുറകൾ സ്വീകരിച്ചുകൊണ്ട് ഈ മാലിന്യ പ്ലാന്റ് പൂട്ടും വരെ സമരമുഖത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് വനിതകളും പ്രായം ചെന്നവരും കുട്ടികൾ അടക്കമുള്ള ഒരു സമൂഹം ഒന്നാകെ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുമ്പോൾ ഈ പ്രതിഷേധത്തെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഭരണാധികാരികളുടെ സമീപനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിന്റെ പ്രതികരണം. ഈ മാലിന്യ പ്ലാന്റുമായി നിരവധി തവണ ഇവിടെ സാധനങ്ങൾ കൊണ്ടുവരും. ഒരു പ്രാവശ്യം കൊണ്ട് പ്ലാന്റിലോട്ട് കയറട്ടെ എന്ന് പറയും. അത് അനുവദിക്കുമ്പോൾ ഇനിമേൽ പോലീസ് അധികാരികളും ബന്ധപ്പെട്ട അധികാരി വരില്ല എന്ന് പറയും. പിന്നെയും അവർക്ക് സപ്പോർട്ടായിട്ട് വരും. പിന്നെ മാലിന്യ പ്ലാന്റ് ഇവിടെ ഇപ്പോഴും ഇത് ഇവിടെ സംസ്കരിക്കാനാണ് താല്പര്യം ബന്ധപ്പെട്ട അധികാരികൾക്ക്. അത് അനുവദിക്കില്ല എന്നും ബന്ധപ്പെട്ട അധികാരികളെയും എല്ലാവരെയും അസന്നിഗ്ധമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വന്ന വേസ്റ്റ് മാലിന്യ പ്ലാന്റ് വേസ്റ്റ് തിരികെ പോകുകയല്ലാതെ വേറെ ഒരു തരത്തിലുള്ള തീരുമാനത്തിനും ഈ ജനങ്ങൾ അംഗീകരിക്കുന്നതല്ല എന്ന് അവർ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ അവിടെ വന്ന് പറഞ്ഞത് ഈ സാധനം ഇവിടെ പൊങ്ങി വരും, ഇവിടെ അത് റെഡി ആവത്തില്ല, അതുകൊണ്ട് നിങ്ങൾ പ്ലാൻ ഞങ്ങൾക്ക് പ്ലാൻ പൊങ്ങി വരുമെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വന്ന റവന്യൂ ഉദ്യോഗസ്ഥരും പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് സമ്മതം. അവർ കൊണ്ടുവന്ന എവിടെയാണോ അവർ കൊണ്ടുപോയിക്കോട്ടെ. എവിടെ മാലിന്യക്കാർ എവിടെ കൊണ്ടുവന്നോ അവിടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിന് യാതൊരു ഇതുമില്ല. അവരെവിടെ കൊണ്ടുവന്നോ അവിടെ കൊണ്ടുപോകും. ഞങ്ങൾക്ക് സന്തോഷം വെച്ചാൽ 2 അടി കിട്ടിയാലും വേണ്ടില്ല. ഞങ്ങൾക്ക് ഈ മാലിന്യ പ്ലാന്റ് അടച്ചു കൂട്ടാൻ ഒരു തീരുമാനം എടുത്തത് ഭയങ്കര സന്തോഷം. അരി കിട്ടിയാലും വേണ്ടി അൻസാറിന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഈ വന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി മാലിന്യങ്ങൾ ഡിസ്പോസ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമാണ് സമരസമിതി നേതാക്കൾ ഉന്നയിച്ചത്. അത്തരത്തിലൊരു തീരുമാനം വരുന്നുണ്ടെങ്കിൽ പോലും ഏത് സ്ഥലത്ത് ഇത് ഡിസ്പോസ് ചെയ്യണമെന്നെ കുറിച്ച് ഇപ്പോഴും തർക്കം തുടരുകയാണ്. എന്നാൽ അസന്നിഗ്ധമായി ഈ പ്ലാന്റ് ഇനി
ഒരു വക കഴിക്കാതെ തിന്നാതെ കുടിക്കാതെ മുതൽ പട്ടിണി കിടക്കുക. കളക്ടറേറ്റിൽ ചെന്ന് ഞങ്ങൾ പട്ടിണി കിടന്നു. എന്നിട്ട് കളക്ടറൊന്നും ഒരു തീരുമാനം ഇതിൽ എടുക്കാനില്ലെന്നുള്ളതാണ്. എന്തുകൊണ്ട് കളക്ടർ തീരുമാനം എടുക്കുന്നില്ല? ഞങ്ങൾ കളക്ടറേറ്റിൽ ചെന്ന് ഞങ്ങൾ 4 മണി വരെ ഞങ്ങൾ പട്ടിണി കിടന്നു. ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾ ഈ ദുർഗന്ധം സഹിച്ച് ഇവിടെ പട്ടിണി കിടക്കുകയാണ്. കുടിവെള്ളം പോലും കുടിക്കാൻ വയ്യാത്ത വാട ശ്വസിച്ചാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഈ കളക്ടർമാര് എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാവരും ഒരു തീരുമാനം ഇതിനെടുത്തേ പറ്റൂ. എന്നിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പിന്മാറും. ഞങ്ങൾക്ക് ഇത്രേ പറയുള്ളൂ, ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങളെ രാജ്യത്ത്. നമുക്ക് ആവശ്യപ്പെട്ടാൽ മാലിന്യ മുളയറച്ചാൽ മാലിന്യ പ്ലാന്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള മാലിന്യങ്ങൾ അടിയന്തരമായി ഇവിടുന്ന് നീക്കം ചെയ്യണമെന്നും ഒരു കാരണവശാലും ഈ പ്രദേശത്ത് അത് സംസ്കരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പ്രദേശത്തെ ക്രമസമാധാനം പരിപാലിക്കുന്നതിന് വേണ്ടി പോലീസും നിലയുറപ്പിച്ചിട്ടുണ്ട്. സമരമുഖത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് പിന്തുണയേകി പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും നേതാക്കൾ സമരമുഖത്ത് ജനങ്ങളോടൊപ്പം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികളും അവർക്ക് പിന്തുണയേകി ഈ സമരമുഖത്ത് തന്നെ ഉണ്ട്. സമരത്തിന്റെ രൂപവും ഭാവവും വരും ദിവസങ്ങളിൽ മാറും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രശ്ന പരിഹാരത്തിന് വേണ്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നും അറിയാൻ കഴിയുന്നു. പ്ലാന്റ് പൂട്ടും വരെ ശക്തമായ സമരവുമായി പ്രദേശവാസികൾ നിലകൊള്ളും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സമരമുഖത്തു നിന്നും സാക്ഷി ടിവിക്ക് വേണ്ടി ഗോപൻ മുദ്ര.